മരിച്ചുപോയവർ തിരിച്ചു വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞത് ഹിപ്നോസിസിനെ പറ്റിയാണ്. നമ്മൾ റീസെന്റ് ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഒരു ഹിപ്നോട്ടിസ്റ്റ് ഒരു വ്യക്തിയെ ഒരു ഹിപ്നോട്ടിക് ട്രാൻസിന് വിധേയമാക്കിയതിനു ശേഷം അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റിയെ കാണിച്ചു കൊടുക്കുക, ഫേവറേറ്റ് ക്രിക്കറ്ററെ കാണിച്ചു കൊടുക്കുക, അതും അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി മെമ്പറിൽ മരിച്ചുപോയ ആരെങ്കിലും കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരു എഫക്ട് കേൾക്കുമ്പോഴും കാണാനും നല്ല രസമുണ്ടല്ലേ? ബട്ട് ദർ ഇസ് എ സീരിയസ് ഇഷ്യൂ. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന നിലയിലും ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സൊസൈറ്റി. ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ ഹിപ്നോട്ടിക് ട്രാൻസ്? അതായത് ഇങ്ങനെ ഒരു ഹാലൂസിനേഷൻ എഫക്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി ഏറ്റവും ഡീപ്പർ ലെവലിലുള്ള ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ഡീപ്പ് ട്രാൻസ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വൈഡ്ലി ഓപ്പൺ ടു എനി സജഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രോമ ഉണ്ടായാൽ അത് അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓരോ ഹിപ്നോസിസ് ചെയ്യുന്നതിന് മുമ്പും ആ വ്യക്തിയുടെ ഹിസ്റ്ററി പരിശോധിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ ഒരു ഹിപ്നോട്ടിസ്റ്റ് എന്ന നിലയിൽ അത് എന്റർടൈൻമെന്റ് ആയാലും ക്ലിനിക്കൽ ആയാലും ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ആവശ്യമാണ്. ഇപ്പോൾ ഈ ഒരു സബ്ജക്ട് ഹിപ്നോസിസിന് വിധേയമാകുന്നു. ഈ വ്യക്തി ഒരു മരിച്ചുപോയ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു എന്റർടൈൻമെന്റിന് റെഡി ആവുന്നത്. പക്ഷേ ആ വ്യക്തി മരിച്ച സമയത്ത് ഈ സബ്ജക്റ്റിന് ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായി, അല്ലെങ്കിൽ അയാൾ ഒരുപാട് ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെ കടന്നു പോയിരിക്കാം. സോ അങ്ങനെ ഒരു വ്യക്തി വീണ്ടും മരിച്ചുപോയ വ്യക്തിയെ കാണാനിടയായാൽ മേ ബി അയാൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നിരിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീപ്പ് ട്രാൻസ് സ്റ്റേജിൽ നിൽക്കുന്ന ഈ വ്യക്തിക്ക് അത് വളരെ ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ ആ ഹിപ്നോസിസിന് വിധേയമാകുന്ന വ്യക്തിയുടെ മുന്നോട്ടുള്ള ലൈഫിനെ കൂടെ ബാധിച്ചേക്കാം. മറ്റു ചിലരിൽ ഈ ഒരു എഫക്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇത് റിയൽ ആണോ അല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓരോരുത്തരുടെ മെന്റൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മരിച്ചുപോയ ഒരാളെ കാണുന്നത് നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഫക്റ്റ് ചില സബ്ജക്ട്സിൽ ഡിപ്പെൻഡൻസി ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് വീണ്ടും വീണ്ടും ഇതേ എഫക്റ്റ് തന്നെ വീണ്ടും വീണ്ടും അനുഭവിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ഒബ്സസീവ് തോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് അവരതൊരു റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗമായി വേണമെങ്കിൽ സ്വീകരിച്ചേക്കാം. ടു ഓൾ ദ അമേസിംഗ് ഹിപ്നോട്ടിസ്റ്റ് ഔട്ട് ദെയർ, എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇന്ററാക്ഷൻ പബ്ലിക് പെർഫോമൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ സെറ്റ് എ ബൗണ്ടറി. അതായത് നിങ്ങൾക്കൊരു സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാം, നോ പ്രോബ്ലം ഫോർ ദാറ്റ്, ബിക്കോസ് വൺസ് ഇറ്റ് ബിക്കം പേഴ്സണൽ, നിങ്ങളുടെ ഈ എഫക്റ്റിന് ശേഷം ഒരു വ്യക്തിക്ക് അത് അയാളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടെങ്കിൽ അത് സംതിങ് ബിയോണ്ട് ദ എന്റർടൈൻമെന്റ് അല്ലെ? നിങ്ങൾ അവരിൽ നിന്ന് കൺസെന്റ് എടുക്കുന്നുണ്ടാവും, പക്ഷേ വിത്തൗട്ട് എഡ്യൂക്കേറ്റിംഗ് കൺസെന്റ് ഈസ് മീനിങ്ലെസ്. മേ ബി ഈ ഒരു ആക്ടിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ഹിപ്നോസിസ് സജഷൻസ് കൊടുക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് മൈൻഡ് ഓഫ് സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ഈവൻ അത് ക്ലിനിക്കലി പോലും ഒരു സെഷൻ കൊണ്ടൊന്നും ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഒപ്പീനിയൻ, ദിസ് ഈസ് മൈ സ്റ്റേറ്റ്മെന്റ് ബാക്കിംഗ് അപ്പ് വിത്ത് സയൻസ്. സോ എന്റർടൈൻമെന്റ് ഈസ് ഗുഡ്, but don't let your life through it.